സിനിമയ്ക്ക് പോയിട്ട് അമ്മയച്ഛനും വന്നു, നീ പോയി ആ വാതിലെന്ന് പറഞ്ഞു. പണം അടച്ച് ബുക്ക് ചെയ്തവർക്ക് ഒരാഴ്ച കഴിഞ്ഞ് പള്ളി ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആ പള്ളി വികാരിയുമായി സംസാരിച്ചു. പക്ഷെ അയാളുടെ പേര് ബുക്ക് ചെയ്തവരുടെ ലിസ്റ്റിലില്ല. നിങ്ങൾക്ക് ആടുജീവിതം കാണാൻ വരായിരുന്നില്ലേ? അതൊക്കെ ശരിയായി. നല്ലൊരു സിനിമയായിരുന്നു, കണ്ടിട്ട് കരച്ചിൽ വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരാതിരുന്നത്. ഞങ്ങൾക്ക് ഈ തിയേറ്ററിൽ നിന്നിട്ട് സാഡ് സീൻ കണ്ടിട്ട് സെൻഡ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇതുപോലെയുള്ള സസ്പെൻസ് ത്രില്ലർ പടങ്ങളോടാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇതൊക്കെ എത്ര പ്രാവശ്യം കണ്ടതാ? ഇതൊക്കെ എത്ര വട്ടം ആണെങ്കിലും കാണാം, പക്ഷെ സെന്റ് പടം അത് ഒരു തവണ കാണാൻ തന്നെ മടിയാണ്. എന്തേ വന്നത് ഇരുത്തേ? ഡ്രസ് മാറണില്ലേ? ആടുജീവിതത്തിൽ ഓരോ രംഗവും മനസ്സൊന്നും പോണില്ല. എത്രമാത്രം ദുരിതങ്ങളല്ലേ നജീമും ഹക്കീമൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കണേ. ഇതൊക്കെ അവർ ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവോ, അതോ സിനിമയിലെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് കൂട്ടി കാണിച്ചതായിരിക്കോ? യഥാർത്ഥ ജീവിതത്തിൽ അവരനുഭവിച്ചതിന്റെ കുറച്ചു മാത്രമേ ഈ സിനിമയിൽ ഉള്ളൂ. യഥാർത്ഥ ജീവിതത്തില് നജീബിന്റെ കൂടെ ഹക്കീമും രക്ഷപ്പെട്ടിട്ടുണ്ടെന്നല്ലേ പറയണത്? ഹക്കീമും നജീബിനൊപ്പം രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും രക്ഷപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല അല്ലേ? അതെ, അന്ന് ഇന്നത്തെ അത്ര ഫോണും സംവിധാനങ്ങളും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ രക്ഷപ്പെട്ട് രണ്ടാളും രണ്ടു വഴിക്ക് പോയി. പിന്നെ അവർ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല. അത് ശരിയാവാം, പക്ഷേ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഹക്കീമിന് പുറത്തേക്ക് വരാലോ. ജീവും ബെന്യാമനും ബ്ലസ്സിയൊക്കെ ഇത്രയും ഫേമസ് ആയിട്ട് വാർത്താ ചാനലിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്, അന്ന് രക്ഷപ്പെട്ട ഹക്കീം എവിടെയാണ്? ബെന്യാമിൻ സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ? ബാധ്യതകളുടെ ഭാണ്ഡവുമേറി കടൽ കടന്ന് മണലാരണ്യത്തിലെത്തിയ ഹക്കീമിനെയും നജീബിനെയും പോലുള്ളവർ ദുരിതക്കയത്തിൽപ്പെട്ട് ജീവനും ജീവിതവും ഹോമിക്കപ്പെട്ട് ഒറ്റവരെ കാണാതെ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് മരുഭൂമിയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവരിൽ അവസാനം രക്ഷപ്പെട്ടവരുടെ പ്രതീകമാണ് നജീബെങ്കിൽ തുള്ളി വെള്ളം പോലും കിട്ടാതെ പെടഞ്ഞു മരിച്ച ഒരുപാട് പേരുടെ പ്രതീകമായാണ് ഹക്കീമിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹക്കീം എല്ലാവരുടെ ഉള്ളിലും മരിച്ചവന്, പിന്നെന്തിനെ അയാൾ പുറത്തേക്ക് വരണം? എങ്കിലും ഞാനാണ് ഹക്കീം എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വന്നോണേട്ടാ. അയാൾക്കും പറയാണ്ടാവില്ലേ കുറെ വേദനകളുടെ കഥകള്. ഈ ബെന്യാമിൻ എന്ന എഴുത്തുകാരന്റെ ഭാവന സൃഷ്ടിയാണ് ഹക്കീമിന്റെ മരണമെങ്കിൽ ഈ ഹക്കീം എന്ന പേരും അദ്ദേഹത്തിന്റെ സാങ്കല്പിക പേരായിക്കൂടെ? എന്ന് വെച്ചാൽ യഥാർത്ഥ ജീവിതത്തിൽ നജീബിന്റെ ഒപ്പം രക്ഷപ്പെട്ട ആളുടെ പേര് ഹക്കീം എന്നല്ലെങ്കിലോ, അതൊരു എഴുത്തുകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ പേര് മാത്രമാണെങ്കിലോ? ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും.